ലുക്കിൽ മാറ്റം വരുത്താം, കോൺഫിഡൻസ് വീണ്ടെടുക്കാം. ബിക്കോസ് ഫസ്റ്റ് ഇംപ്രഷൻ ഈസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ. നാച്ചുറൽസ് മെൻസ് ആൻഡ് കിഡ്സ് ബ്യൂട്ടി പാർലർ, ഡോക്ടേഴ്സ് ടവർ, മെയിൻ റോഡ്, ചേലക്കര. ലെറ്റ് യുവർ സ്റ്റൈൽ സ്പീക്ക്. മണലും പുല്ലും നിറഞ്ഞ് ഭാരതപ്പുഴ തടയണ. വാഴാലിപ്പാടം ഉരുക്ക് തടയണ തകർച്ചയിലേക്ക്. പ്രളയത്തിൽ തകർന്ന ഭാരതപ്പുഴയിലെ ആദ്യത്തെ ഉരുക്ക് തടയണയുടെ പുനർനിർമ്മാണത്തിലെ കോൺക്രീറ്റ് ഭാഗങ്ങൾ ഇടിഞ്ഞു താഴ്ന്നതോടെ തടയണയുടെ നിലനിൽപ്പ് തന്നെ ആശങ്കയിലായിരിക്കുകയാണ്. കടുത്ത വരൾച്ചയും കുടിവെള്ളക്ഷാമവും ഭാരതപ്പുഴയെ ആശ്രയിക്കുന്നവർ എങ്ങനെ മറികടക്കും എന്നത് ചോദ്യചിഹ്നമായി അവശേഷിക്കുന്നു. ഭാരതപ്പുഴയിലെ തടയണ പൂർണ്ണമായും മണലും പുല്ലും മാത്രമായി നിറഞ്ഞിരിക്കുകയാണ്. പേരിനു പോലും കെട്ടി നിർത്തുവാൻ വെള്ളമില്ലാത്ത അവസ്ഥ. അടുത്ത വരൾച്ചയും കുടിവെള്ളക്ഷാമവും ഭാരതപ്പുഴയെ ആശ്രയിക്കുന്നവർ എങ്ങനെ മറികടക്കുമെന്നത് ചോദ്യചിഹ്നമായി അവശേഷിക്കുന്നു. ഭാരതപ്പുഴയെ ആശ്രയിച്ച് കഴിയുന്ന അതിർത്തി പ്രദേശങ്ങളും നിരവധി പഞ്ചായത്തുകളും മുനിസിപ്പാലിറ്റികളും കടുത്ത കുടിവെള്ളക്ഷാമ ഭീഷണിയിലാണ്. 5 ദിവസങ്ങൾ കൂടുമ്പോൾ മാത്രമാണ് എല്ലാ സ്ഥലങ്ങളിലും വെള്ളമെത്തിക്കുവാൻ കഴിയുന്നത്. ഓരോ ദിവസവും ഓരോ പഞ്ചായത്തുകളിലേക്കും മുനിസിപ്പാലിറ്റികളിലേക്കുമാണ് ഭാരതപ്പുഴയിലെ പമ്പ് ഹൗസുകളിൽ നിന്ന് വെള്ളം പമ്പ് ചെയ്യുന്നത്. ഇപ്പോൾ ജനങ്ങൾ കൂടുതലായും ആശ്രയിക്കുന്നത് ടാങ്കർ ലോറികളെയാണ്. ഒരു ടാങ്കർ ലോറിക്ക് 600 രൂപ മുതൽ 800 രൂപ വരെ നൽകണം. ഭാരതപ്പുഴയിലെ തടയണ പൂർണ്ണമായും മണലടിഞ്ഞ് മൂടിയ അവസ്ഥയിലുമാണ്. മണൽ നീക്കുന്നതിന് വേണ്ടി സർക്കാർ കരാർ നൽകുകയും മാസങ്ങളായി മണലെടുപ്പ് തുടങ്ങിയിട്ടും തടയണയിൽ വെള്ളം നിർത്തുന്നതിനോ തടയണയിലെ ഒരു ഭാഗത്തെ മണൽ പോലും മാറ്റുന്നതിന് പര്യാപ്തമായ രീതിയിലുള്ള മണലെടുപ്പോ നടന്നിട്ടില്ല. പൈങ്കുളം വാഴാലിപ്പാടം ഉരുക്ക് തടയണ തകർച്ചയിൽ നിന്നും തകർച്ചയിലേക്ക് എത്തി നിൽക്കുകയാണ്. പ്രളയത്തിൽ തകർന്ന ഭാരതപ്പുഴയിലെ ആദ്യ ഉരുക്ക് തടയണയുടെ പുനർനിർമ്മാണത്തിനിടെ കോൺക്രീറ്റ് ഭാഗങ്ങൾ ഇടിഞ്ഞു താഴ്ന്നു. തടയണയുടെ മുകൾ ഭാഗത്തെ കോൺക്രീറ്റാണ് പല ഭാഗങ്ങളായി ഇടിഞ്ഞു താഴ്ന്നത്. പല ഭാഗങ്ങളിലും വിള്ളലുകൾ വീണ ഇരുമ്പ് പാളികളിൽ നിന്ന് വേർപെട്ട് കിടക്കുകയാണ്. പുഴയിലെ വെള്ളം വറ്റിയപ്പോഴാണ് തകർന്നതെല്ലാം പുറത്തേക്ക് കാണാനിടയായത്. ഇതോടെ ഉരുക്ക് തടയണയുടെ നിലനിൽപ്പ് തന്നെ ആശങ്കയിലാണ്. പൈങ്കുളം വാഴാലിപ്പാടം ഒറ്റപ്പാലം മാന്നന്നൂർ എന്നിവിടങ്ങളിൽ ബന്ധിപ്പിച്ചാണ് ഉരുക്ക് തടയണ നിർമ്മിച്ചിട്ടുള്ളത്. ചിലവ് കുറഞ്ഞ പദ്ധതി എന്ന നിലയിൽ കേരള ഇറിഗേഷൻ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് കോർപ്പറേഷനാണ് 5 കോടി രൂപ ചിലവഴിച്ച് 2014 ഉരുക്ക് തടയണ നിർമ്മാണം നടത്തിയത്. 2018 പ്രളയത്തിൽ മാന്നന്നൂർ ഭാഗത്തെ മണ്ണിടിഞ്ഞ് പുഴ ഗതിമാറിയൊഴുകി തടയണയുടെ ഒരു വശം തകർന്നു. പിന്നീട് റീബിൽഡ് കേരള പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഏകദേശം 12.6 കോടി രൂപ ചിലവിൽ 2023 പുനർനിർമ്മാണ നടപടികൾ ആരംഭിച്ചു. ഇങ്ങനെ പദ്ധതി ഏതാണ്ട് 20 കോടിയോളം രൂപ ചിലവഴിച്ചാണ് എത്തി നിൽക്കുന്നത്. അപ്പോഴാണ് മുകൾ ഭാഗം വീണ്ടും തകർന്ന് ഭൂരിഭാഗവും വീണത്. വടക്കാഞ്ചേരി നഗരസഭ ഉൾപ്പെടെ ചേലക്കര നിയോജക മണ്ഡലത്തിലെ പഞ്ചായത്തുകളിലും വെള്ളം എത്തിക്കുന്നതിന് വേണ്ടി സമഗ്ര കുടിവെള്ള പദ്ധതി വഴി മുടങ്ങാതെ വെള്ളം കിട്ടുന്നതിന് വേണ്ടിയാണ് തടയണ നിർമ്മാണം നടത്തിയത്. റൈറ്റ് വിഷൻ ന്യൂസ്, ചെറുതുരുത്തി. ചേലക്കരയുടെ തിരക്കുകൾക്കിടയിൽ നിങ്ങൾക്കായി ഒരു സ്പെഷ്യൽ ഇടം. ജസ്റ്റ് ടു ഡിസ്കവർ യുവർ സെൽഫ്. ഇത് വെറും ഒരു ബ്യൂട്ടി പാർലർ അല്ല, ഇറ്റ്സ് ആൻ എക്സ്പീരിയൻസ്. വൻ നഗരങ്ങളിലെ പ്രീമിയം വൈബ് ഇനി നമ്മുടെ ബണ്ടിൽ. നിങ്ങളുടെ പേഴ്സണാലിറ്റിക്ക് ഇണങ്ങുന്ന ലുക്ക്, ട്രെൻഡിംഗ് ഹെയർ കട്ടുകൾ മുതൽ റിലാക്സിംഗ് സ്പാ വരെ, എവറിത്തിങ് ഈസ് ക്രാഫ്റ്റഡ് വിത്ത് പ്രിസിഷൻ. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ കംഫർട്ടബിൾ ആയ അറ്റ്മോസ്ഫിയർ. വി വാല്യൂ യുവർ കംഫർട്ട് ആസ് മച്ച് ആസ് യുവർ സ്റ്റൈൽ. ലുക്കിൽ മാറ്റം വരുത്താം, കോൺഫിഡൻസ് വീണ്ടെടുക്കാം. ബിക്കോസ് ഫസ്റ്റ് ഇംപ്രഷൻ ഈസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ. നാച്ചുറൽസ് മെൻസ് ആൻഡ് കിഡ്സ് ബ്യൂട്ടി പാർലർ, ഡോക്ടേഴ്സ് ടവർ, മെയിൻ റോഡ്, ചേലക്കര. ലെറ്റ് യുവർ സ്റ്റൈൽ സ്പീക്ക്.